ഹലോ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ ചിക്കൻ ഫ്രൈയും പരിപ്പ് കറി അതേപോലെ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഈ ഒരു കോംബോ നിങ്ങൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണേ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് റെസിപ്പിയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ കുറച്ചൊരു 10 പീസ് നല്ല ചിക്കനായി നോക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നല്ല ഫ്രൈ ചെയ്യാനായതുകൊണ്ട് കുറച്ച് എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു 10 എണ്ണം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മസാലയായിട്ട് ഞാൻ ഇതുപോലെ 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയിൽ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില്ലി ഫ്ലെക്സ് ഒക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. അതൊക്കെ ഒരു അങ്ങനെ നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ ആയിട്ട് വരും കേട്ടോ. അതിനാണ് ഞാൻ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഞാൻ ഇതേപോലെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം തൈരും ഒരു 2 ടേബിൾ സ്പൂണോളം ഇതുപോലെ കോൺ പൗഡർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും, പിന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒരു അരമണിക്കൂർ 1 മണിക്കൂറോളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കുക. അപ്പോൾ നന്നായിട്ട് അതിൽ മസാലയ്ക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു നമ്മളിതുപോലെ ചെറുനാരങ്ങയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് വേഗം തന്നെ ഒന്ന് പരിപ്പ് കറി ഉണ്ടാക്കിയെടുക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ 1.5 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കഷ്ണം സവാളയും 1/2 കഷ്ണം തക്കാളിയും ഒരു പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒറ്റൊരു വിസിൽ മാത്രമേ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ പച്ചമുളക് നല്ല പഴുത്തതാണ് കേട്ടോ അവിടെ കാണുന്നത്. അതാണ് ആ ഒരു റെഡ് കളർ വരുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒറ്റൊരു വിസിൽ മാത്രം അടിച്ചാൽ മതിയാവും കേട്ടോ. ഒരു വിസിലടിക്കുന്നത് നിങ്ങൾക്ക് നോർമലായിട്ട് വേവിക്കുന്ന രീതിയിലും വേണമെങ്കിൽ വേവിക്കാം. ഞാൻ ഈ ഒരു വിസിലടിച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/2 കഷ്ണം സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായി വാടി വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പിലയും അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ അങ്ങനെ വഴറ്റുന്ന സമയത്ത് ജീരകത്തിന് നല്ല അടിപൊളി സ്മെല്ല് വരും കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി കഴിയുന്ന സമയത്ത് നമ്മൾ വേവിച്ചെടുത്ത് പരിപ്പ് എടുത്തിട്ട് അതിലൊഴിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒഴിച്ചെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വേവിക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പരിപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പരിപ്പ് കറി ഇവിടെ സെറ്റായി. പെട്ടെന്ന് തന്നെ നമ്മളെ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ഈ ഒരു നെയ്ച്ചോറിൻ്റെ കൂടെ. ഇനി അപ്പോൾ പരിപ്പ് കറി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിലേക്ക് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മളെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊക്കെ ഓപ്ഷനിലാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതുപോലെ പട്ടിയും പോകുന്നു ഇട്ട് കൊടുക്കുന്നില്ല. അതിലേക്ക് ആദ്യം നമ്മുടെ കാഷ്യും അതേപോലെ മുന്തിരിയും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് വറുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് ആ ഒരു ഓയിലിലേക്ക് തന്നെ നമ്മളെ എടുത്തു വെച്ച പട്ടയും പൂവും അതേപോലെ പെരുംജീരകവും 1/2 കഷ്ണം ക്യാരറ്റും 1/2 കഷ്ണം സവാളി ഒരു പച്ചമുളക് മുറിക്കാതെ ഇട്ട് കൊടുത്തിട്ട് അതേപോലെ ബേ ലീഫും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എക്സ്ട്രാ അതിലേക്ക് എണ്ണയും കാര്യങ്ങളൊന്നും ഒഴിച്ചിട്ടില്ല. നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കാം. പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടില്ല, അതേപോലെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു ബേ ലീഫ് മാത്രമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു 2 ഗ്ലാസ് നമ്മുടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് വഴറ്റിയിട്ട് നല്ലൊരു പൊരിയുന്നൊരു സൗണ്ട് കേൾക്കും നമുക്ക് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ. അങ്ങനെ നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സൗണ്ട് കേൾക്കുന്നത് നല്ല മൊരിയുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് തിളച്ച് ഓഫാക്കിയ ഒരു വെള്ളമായിരുന്നു. അങ്ങനെ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ചെടുത്ത് ഒരു 5-6 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു ഉപ്പ് ഒരിത്തിരി അധികമായാലും കുഴപ്പമില്ല, അധികം അല്ല ഒരു നോർമൽ എന്നുള്ള രീതിയിൽ കുറച്ചും കൂടെ ആയാലും കുഴപ്പമില്ല കേട്ടോ. കാരണം അത് വെന്ത് വരുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ട് ഉപ്പ് കറക്റ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാഷ്യൂം പൊരിച്ച് വെച്ച മുന്തിരിയും കുറച്ച് നെയ്യ് ഇട്ട് നന്നായിട്ട് അടച്ചു വെക്കാം കേട്ടോ. നമുക്ക് പിന്നെ വേഗം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കനും കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ചിക്കൻ ഫ്രൈയും ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെയ്ച്ചോറും ചിക്കൻ ഫ്രൈയും പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കും. എന്നിട്ട് ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് കമൻ്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്താൽ എൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.